ഒരാഴ്ചയായി സൗദി അറേബ്യയിലെ അബഹയിൽ നടന്നുവന്ന തേൻ ഫെസ്റ്റിവൽ സമാപിച്ചു. കിങ് ഖാലിദ് സ്ട്രീറ്റിൽ ഒരുക്കിയ ഫെസ്റ്റിവൽ സന്ദർശിക്കാനും തേൻ നുകരാനുമായി നിരവധി പേരാണ് എത്തിയത്. അബഹയിൽ ഇതാദ്യമായാണ് തേൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും നല്ല തേൻ ലഭിക്കുന്ന പ്രദേശമാണ് സൗദിയിലെ അസീർ പ്രവിശ്യ. രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയാണ് ഇതിന് കാരണം. അൽബാഹ, റിജാൽ അൽ മഅ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 15ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. സിദർ, ത്വൽ, ലഹിയാൻ, മജ്റ, സംർ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള വിവിധതരം തേനുകൾ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരുന്നു. Honey, we call it Majra from Kyrgyzia, Russian, Commonwealth countries, and it's very good. Customers like it, and I enjoy it myself. I like it. It's about 1 kilo, about 300, half kilo, 150, and this one also. We call it Garada and Majra. It's about 800 riyals per kilo. അടുത്ത വർഷം മുതൽ വിപുലമായ രീതിയിൽ മേള സംഘടിപ്പിക്കുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അബ്ദുൽ ഹാലിക് അലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. المهرجان هذا الأول في مدينة أبها وهي النسخة الأولى وسيستمر إن شاء الله كل عام بمشيئة الله في مدينة أبها ويشارك فيه أعداد كبيرة إن شاء الله في المواسم القادمة من النحالين بكميات عسل إن شاء الله أكبر. വേനലവധി കാലത്ത് നിരവധി ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ അസീർ പ്രവിശ്യയിൽ നടന്നുവരുന്നത്. റബി മുഹമ്മദ്, മീഡിയ വൺ, അബഹ. 9ാമത് ഇന്ത്യൻ സാംസ്കാരിക പ്രദർശനമേളയ്ക്ക് കുവൈറ്റിൽ തുടക്കമായി. കുവൈറ്റ് ദേശീയ പൈതൃക സമിതിയും ഇന്ത്യൻ എംബസിയും സംയുക്തമായാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഒരുക്കിയത്. അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലുള്ള നാഷണൽ മ്യൂസിയത്തിലാണ് സാംസ്കാരിക മേള നടക്കുന്നത്. കുവൈത്ത് ദേശീയ പൈതൃക സമിതി ആക്ടിംഗ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ അസൂസി മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സുഭാഷിഷ് ഗോൾഡാർ, ഇൻഫർമേഷൻ സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ തുടങ്ങിയവർ സംബന്ധിച്ചു. കലാ സാംസ്കാരിക മേഖലകളിൽ പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തി ഇത്തരമൊരു മേള സംഘടിപ്പിച്ചതെന്ന് മുഹമ്മദ് അൽ അസൂസി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ വരച്ചുകാട്ടുന്ന ഫോട്ടോ പ്രദർശനമാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഇന്ത്യൻ നിർമ്മിത കരകൗശല വസ്തുക്കൾ, ഭാരതീയ നാട്യകലകൾ എന്നിവയും സാംസ്കാരിക മേളയിൽ പ്രദർശനത്തിനുണ്ട്. കൂടാതെ സംഗീത പരിപാടികൾ, ബോളിവുഡ് സിനിമകളുടെ പ്രദർശനം എന്നിവയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി അരങ്ങേറും. ചെന്നൈ എക്സ്പ്രസ്, ഏജന്റ് വിനോദ്, എഗ്ത ടൈഗർ, 3 ഇഡിയറ്റ്സ് എന്നീ സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി തൃശൂർ അസോസിയേഷൻ കുവൈത്ത് അവതരിപ്പിച്ച നൃത്ത പരിപാടിയും അരങ്ങേറി. കുവൈത്ത് സമ്മർ കൾച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന ഹെറിറ്റേജ് എക്സിബിഷൻ അടുത്ത മാസം 4 വരെ നീണ്ടു നിൽക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 12:30 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 8:30 വരെയുമാണ് എക്സിബിഷൻ. സിനിമാ പ്രദർശനം ഉൾപ്പെടെ മുഴുവൻ പരിപാടികൾക്കും പ്രവേശനം സൗജന്യമാണെന്ന് എംബസി അറിയിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ആമിന അബ്ദുൽ മജീദ് യൂസഫ് അൽ ഹവാജ് എന്ന ബഹ്റൈൻ സ്വദേശിയായ യുവശാസ്ത്രജ്ഞ സ്വന്തമാക്കിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ഇതിനകം സ്വന്തമാക്കിയത്. 2014 മികച്ച അറബ് യുവ ശാസ്ത്ര പ്രതിഭയ്ക്കുള്ള പുരസ്കാരവും ഇവർക്ക് ലഭിച്ചു. അറബ് ലോകത്തെ വനിതകൾക്കിടയിൽ നിന്ന് ശ്രദ്ധേയമായ ശാസ്ത്രീയ നേട്ടങ്ങൾ സ്വന്തമാക്കിയതിനാണ് അമീന അബ്ദുൽ മജീദ് യൂസഫ് അൽ ഹവാജിന് ഈ വർഷത്തെ മികച്ച യുവ വനിതാ ശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ആർക്കിമിഡീസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷൻ നൽകിയ ഈ ബഹുമതി അടക്കം 20ഓളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഇതിനകം ഈ യുവശാസ്ത്രജ്ഞയെ തേടിയെത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ ജനിച്ചു വളർന്ന് അറബ് ലോകത്തെ ശാസ്ത്രീയ പുരോഗതിയുടെ അംബാസഡറായി മാറിയ ചരിത്രമാണ് അമീന അൽ ഹവാജിൻ്റേത്. ഫിസിയോതെറാപ്പിയിൽ ചികിത്സകൾക്കായി ഉപയോഗിക്കുന്ന നൂതന ഉപകരണങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ചതാണ് അമീന അൽ ഹവാജിന്റെ ശ്രദ്ധേയമായ നേട്ടം. താൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ചികിത്സാ ഉപകരണങ്ങൾ വഴി 100 കണക്കിന് രോഗികൾക്ക് ഫലപ്രദമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുവാൻ അമീനക്ക് കഴിഞ്ഞു. അഹ്ലിയ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ശേഷം ശാസ്ത്രീയ ഗവേഷണങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും മുഴുകിയ ഇവർ അറബ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ശാസ്ത്രജ്ഞയായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കുറഞ്ഞ പ്രായത്തിനുള്ളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഈ യുവപ്രതിഭയെ ഈയിടെ ബഹ്റൈൻ രാജാവ് പ്രത്യേക ബഹുമതി നൽകി ആദരിച്ചിരുന്നു. മീഡിയ വൺ, ബഹ്റൈൻ. സൂപ്പർ മാർക്കറ്റിലെ തിരക്കിട്ട ജീവിതത്തിനിടയിലും പത്രപ്രവർത്തനത്തിന് സമയം കണ്ടെത്തുകയാണ് സിറാജ്. ഈ മലയാളി യുവാവിന്റെ വാർത്തകൾ പ്രസിദ്ധീകരിക്കാത്ത മലയാള പത്രങ്ങൾ UAEയിൽ ഇല്ല. ഷാർജയിൽ താമസിക്കുന്ന സിറാജ് തലശ്ശേരി സ്വദേശിയാണ്. 12 മണിക്കൂർ ഇടതടവില്ലാത്ത ജോലി. കടയിൽ നിന്ന് ആവശ്യക്കാരിലേക്കും അവിടെ നിന്ന് ജീവിതത്തിലേക്കും സിറാജ് സൈക്കിൾ ചവിട്ടുകയാണ്. വിശ്രമമില്ലാത്ത ഈ ഡെലിവറി ജീവിതത്തിനിടയിൽ പക്ഷേ ഇദ്ദേഹം വ്യത്യസ്തനാവുന്നത് വാർത്തകൾ തേടിയുള്ള അലച്ചിലിലാണ്. പത്രങ്ങളിലേക്കുള്ള വാർത്തകളും ഫോട്ടോയും ശേഖരിക്കാനുള്ള വ്യഗ്രതയിൽ സിറാജ് പലപ്പോഴും ജീവിക്കാൻ തന്നെ മറക്കുന്നു.
4ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള സിറാജിന്റെ വാർത്തകൾ ഇടം പിടിക്കാത്ത മലയാള പത്രങ്ങൾ UAE-യിൽ കുറവായിരിക്കും. ഡ്യൂട്ടി സമയം കഴിഞ്ഞാലും ഈ പത്രത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സമയം കണ്ടെത്തോ ഇത് മറ്റുള്ള കൂട്ടരും കൂടി ഒരു ഉപകാരമായിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. നാട്ടിൽ തന്നെ ഇപ്പം എന്നോട് പറഞ്ഞ ഇങ്ങനെ റിപ്പോർട്ടർ എൻ്റെ സിറാജിനുള്ള ആൾക്കാരിങ്ങനെ വന്നു ചോദിക്കും. കാരണം ഞാൻ അതിനാണെങ്കിൽ സ്കൂളിൽ പോവോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രയാസപ്പെടുന്ന പ്രവാസികൾ മുതൽ ഷാർജയിൽ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ വരെ ഇദ്ദേഹത്തിന്റെ ഈ ക്യാമറയിൽ മാറി മാറി പതിയുന്നു. തലശ്ശേരി കീഴുമാട് സ്വദേശിയായ ഇദ്ദേഹം 7 വർഷം മുമ്പായിരുന്നു ഷാർജയിലെത്തിയത്. പരിമിതികളെ പരിശ്രമം കൊണ്ട് പരാജയപ്പെടുത്തുന്ന ഇദ്ദേഹം സമയമില്ലെന്ന പ്രവാസിയുടെ സ്ഥിരം പല്ലവിക്കുള്ള ജീവിക്കുന്ന മറുപടി കൂടിയാണ്. പരിമിതികൾക്കുള്ളിലും ജീവിതം കൊണ്ട് മാതൃക തീർക്കുകയാണ് സിറാജ്. ഷാർജയിൽ നിന്നും ക്യാമറമാൻ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. വേനൽക്കാലാഘോഷത്തിന്റെ ഭാഗമായി ദുബൈയിൽ നടക്കുന്ന സമ്മർ സർപ്രൈസ് ആയിരങ്ങളെ ആകർഷിക്കുന്നു. UAE-ക്കകത്തും പുറത്തുനിന്നുമായി 100 കണക്കിന് പേരാണ് ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തുന്നത്. ദുബായ് ടൂറിസം വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന വേനൽക്കാല ഉത്സവം ആയിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. ദുബായ് സമ്മർ സർപ്രൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദ പരിപാടികളും സമ്മാന പദ്ധതികളുമാണ് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയത്. ദുബായിയെ കുടുംബ ഷോപ്പിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. വിവിധ മാളുകളിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വിനോദ പരിപാടികളാണ് ഏറെ ശ്രദ്ധേയം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയ ആംഗ്രി ബേർഡ് ഷോ, ഹലോ കിറ്റി ആൻഡ് ഫ്രണ്ട്സ് എന്നിവ ഇതിൽ ചിലതാണ്. ഇതിനു പുറമെ ബുർജുമാനിൽ ട്രാൻസ്ഫോമേഴ്സ് ഷോ, മിർദിഫ് സിറ്റി സെന്ററിലും ദേര സിറ്റി സെന്ററിലും ഒരുക്കിയ വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന സ്കൈലാൻഡേഴ്സ് സ്പൈറോ അഡ്വഞ്ചർ എന്നിവയും ആഘോഷത്തിലെ ശ്രദ്ധേയ പരിപാടികളാണ്. ആഗസ്റ്റ് 29-നും സെപ്റ്റംബർ 5-നും ഇടയിൽ സന്ദർശകർക്ക് വിസ്മയമായി ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 7-നും 9-നും ഇടയിലായിരിക്കും പരിപാടി. ജനങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നൃത്ത സംഗീത സംഘം പരിപാടി അവതരിപ്പിക്കുന്നതാണ് ഫ്ലാഷ് മോബ്. മാൾ ഓഫ് എമിറേറ്റ്സ്, സിറ്റി സെന്റർ ദേര, സിറ്റി സെന്റർ മിർദിഫ് എന്നിവിടങ്ങളിൽ നിന്ന് 450 ദിർഹത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ 10 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനം നേടാനുള്ള അവസരവും സമ്മർ സർപ്രൈസിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. ഖത്തറിൽ വഴിയോര കച്ചവടക്കാർക്കെതിരായ നടപടി ശക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ദോഹ മുനിസിപ്പൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ 13 അനധികൃത കച്ചവടക്കാർ പിടിയിലായി. പോലീസ് സേനയായ അൽ ഫാസയുടെയും മറ്റും വിവിധ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെയാണ് സൂഖ് ഹറാജിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. നിലവാരം കുറഞ്ഞതും ഉപയോഗയോഗ്യവുമല്ലാത്തതുമായ വസ്തുക്കളാണ് ഇത്തരം കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നതെന്ന് മുനിസിപ്പൽ അധികൃതർ പറഞ്ഞു. വഴിയോര കച്ചവടക്കാരെ പിടികൂടാനായുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും. ഖത്തർ ചാരിറ്റിയും തുർക്കിഷ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് എന്ന സംഘടനയും ജീവകാരുണ്യ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഖത്തർ ചാരിറ്റി CEO യൂസഫ് ബിൻ അഹമ്മദ് അൽ കുവാരി, തുർക്കിഷ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഫഹ്മി ബുളൻഡ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഖത്തർ ചാരിറ്റി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പുതിയ സഹകരണം സഹായകരമാകുമെന്ന് ഖത്തർ ചാരിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ദുബായിൽ സാലിക് റീചാർജ് ചെയ്യാൻ വൗച്ചർ സംവിധാനം ഒരുക്കിയതായി റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇതുപ്രകാരം രാജ്യത്തൊട്ടാകെ 3000-ലേറെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ വഴി ആക്സിയം ടെലികോമിന്റെ സഹകരണത്തോടെ വൗച്ചറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 50, 100, 200 ദിർഹമുകളുടെ വൗച്ചറുകളാണ് പുറത്തിറക്കിയത്. ഈ വർഷാവസാനത്തോടെ UAE-യിലെ എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഈ സേവനം ലഭ്യമാക്കും. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യും പോലെ എളുപ്പമാണ് വൗച്ചറുകൾ വഴിയുള്ള സാലിക് റീചാർജ് എന്ന് അധികൃതർ പറഞ്ഞു. ബഹ്റൈനിലെ 2 പള്ളികളിൽ മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഹമദ് ടൗണിലെ ഗ്രാൻഡ് മോസ്കിലും ഈസ ടൗണിലെ സതേൺ ഗ്രാൻഡ് മോസ്കിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 2 പള്ളികളിലെയും ധർമ്മപ്പെട്ടികളാണ് മോഷണം പോയത്. ഈ മാസം 18-ന് കോഴിക്കോട്ട് നിന്നും ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്ത കുടുംബത്തിന്റെ ബാഗ് നഷ്ടപ്പെട്ടതായി പരാതി. IX 351 നമ്പർ വിമാനത്തിൽ നിന്നാണ് ബാഗേജ് നഷ്ടപ്പെട്ടതെന്ന് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഷബീർ പറഞ്ഞു. ഷബീറിന്റെ ഭാര്യയും 2 മക്കളുമായിരുന്നു യാത്ര ചെയ്തത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഷാർജ, ദുബായ്, അബുദാബി ഓഫീസുകളിൽ പരാതി നൽകിയെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷവും യാതൊരു പരിഹാരവുമായില്ലെന്ന് ഷബീർ പറഞ്ഞു. വിലപിടിപ്പുള്ള രേഖകളും മറ്റുമടങ്ങിയ ബാഗാണ് നഷ്ടപ്പെട്ടത്. ചെറിയ പെരുന്നാളിന് നാട്ടിലേക്ക് പോയ 100 കണക്കിന് ആളുകളുടെ ബാഗേജുകൾ എയർ ഇന്ത്യ വിമാനം മറന്നുവച്ചിരുന്നു. മദീന ഹജ്ജ് വെൽഫെയർ ഫോറം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അക്ബർ ചാലിയത്തെയും ജനറൽ സെക്രട്ടറിയായി റഷീദ് പേരാമ്പ്രയെയും തെരഞ്ഞെടുത്തു. അൽതാഫ് കൂട്ടിലങ്ങാടിയെ ജനറൽ കൺവീനറും അഫ്സൽ മാസ്റ്റർ ട്രഷററുമാണ്. ഈ മാസം 27 മുതൽ മദീനയിൽ എത്തുന്ന
ആദ്യ ഹജ്ജ് സംഘത്തിന്റെ സ്വീകരണം മുതൽ വെൽഫെയർ ഫോറത്തിന്റെ ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി 200ഓളം വളണ്ടിയർമാർ ഇത്തവണ ഹാജിമാരുടെ സേവനത്തിനായി മദീനയിൽ പ്രവർത്തിക്കും. UAE-യിൽ വസ്തുവിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്കുള്ള വിസ ഫീസ് 45% കുറച്ചു. 6 മാസത്തെ വിസയ്ക്ക് 1100 ദിർഹമാണ് പുതിയ നിരക്ക്. നേരത്തെ ഇത് 2000 ദിർഹമായിരുന്നു. രാജ്യത്ത് കൂടുതൽ വിദേശ നിക്ഷേപം ഉണ്ടാകാനും വസ്തു ഉടമകൾ കൂടുതൽ സമയം രാജ്യത്ത് തങ്ങാനും പുതിയ തീരുമാനം സഹായിക്കുമെന്നാണ് കരുതുന്നത്. വിസ ലഭിക്കാൻ നേരത്തെയുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. വസ്തുവിന്റെ വില 10 ലക്ഷം ദിർഹത്തിന് മുകളിലായിരിക്കണം. വസ്തു ഉടമയ്ക്ക് 10,000 ദിർഹം മാസ വരുമാനമുണ്ടായിരിക്കണം. വസ്തു തയ്യാറായിരിക്കണം തുടങ്ങിയവയാണ് നിബന്ധനകൾ. ഈ വർഷം ആദ്യ 6 മാസം UAE-യിൽ 11,300 കോടി ദിർഹത്തിന്റെ ഇടപാടുകളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടന്നത്. ബഹ്റൈനിൽ മനുഷ്യക്കടത്ത് നടത്തിയെന്ന കുറ്റം ചുമത്തി 4 ഏഷ്യക്കാരെ അറസ്റ്റ് ചെയ്തു. മനാമയിലെ ഒരു ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. നിയമ നടപടികൾ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഗസയിലും ഇറാഖിലെ ദിയാലി പള്ളിയിലും നടന്ന ആക്രമണത്തെ സൗദി മന്ത്രിസഭ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. പലസ്തീൻ ഉൾപ്പെടെയുള്ള അയൽ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന കൂട്ടക്കുരുതി ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും കണ്ടില്ലെന്ന് നടക്കരുതെന്ന് മന്ത്രിസഭ അഭ്യർത്ഥിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് നിരപരാധികളുടെ രക്തമാണ് ഓരോ ദിവസവും ഈ രാജ്യങ്ങളിൽ ഒഴുകുന്നത്. ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾക്ക് രക്ഷാസമിതിയുടെ ഇടപെടലിലൂടെ പരിഹാരം വേണമെന്നും രണ്ടാം കിരീടാവകാശി അമീർ മുക്രിൻ ബിൻ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ പുതിയ മദ്യനയം അകവും പുറവും എന്ന വിഷയത്തിൽ ഖത്തറിലെ FCC ചർച്ചാവേദി സംവാദം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച വൈകിട്ട് 7:45 ദോഹയിലെ FCC ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഖത്തറിലെ വിവിധ മലയാളി സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭാരമില്ലാതെ വായുവിൽ പറന്നു നടക്കാൻ അവസരം ലഭിക്കുന്ന സീറോ ഗ്രാവിറ്റി വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള ബുക്കിംഗ് ഖത്തറിൽ ആരംഭിച്ചു. ദോഹയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് S30G പ്രതിനിധി പറഞ്ഞു. 2015 ഏപ്രിൽ 23 മുതൽ 25 വരെയാണ് വിമാനം ദോഹയിൽ പര്യടനം നടത്തുക. 2015 ലോക പര്യടനത്തിന്റെ ഭാഗമാണിത്. ഖത്തറിന് പുറമെ ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളിലും വിമാനം പര്യടനം നടത്തുന്നുണ്ട്. ഖത്തറിൽ മലയാളി യുവാവ് ഷോക്കേറ്റ് മരിച്ചു. കണ്ണൂർ മാട്ടൂലിലെ സിദ്ദീഖ് പള്ളിക്ക് സമീപം അബ്ദുറഹ്മാന്റെയും സുബൈദയുടെയും മകൻ PC നൌഫലാണ് ദോഹയിലെ അൽ സദ്ദിലെ ഹോട്ടലിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഖത്തറിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു നൌഫൽ. 3 മാസം മുമ്പാണ് ദോഹയിലെത്തിയത്. നേരത്തെ ഇദ്ദേഹം ഷാർജയിൽ ജോലി ചെയ്തിരുന്നു. ഭാര്യ ഫൗസിയ, മകൾ നാഫിയ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. KMCC കോഴിക്കോട്ട് സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ അനുസ്മരണ ചടങ്ങ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, KMCC നേതാക്കളായ ഇബ്രാഹിം ഇളേറ്റിൽ, മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഷാർജയിൽ ഖാലിദ് തുറമുഖം വഴി രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം തകർത്തതായി ഷാർജ പോലീസ് അറിയിച്ചു. തുറമുഖത്ത് നിർത്തിയിട്ട കപ്പലിൽ നിന്ന് വിതരണക്കാർക്ക് കൈമാറുമ്പോഴാണ് 118 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ അറസ്റ്റ് ചെയ്തതായി ഷാർജ പോലീസ് ഓപ്പറേഷൻസ് ഡയറക്ടർ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണിത്. അറബ് പൗരന്മാർ, ദക്ഷിണേഷ്യക്കാർ, ആഫ്രിക്കക്കാർ തുടങ്ങിയവരാണ് പിടിയിലായത്. ഖാലിദ് തുറമുഖത്ത് മയക്കുമരുന്നെത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചത്. അണ്ടർ 17 അറബ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഖത്തറിൽ നടക്കും. ഒക്ടോബർ 20 മുതൽ നവംബർ 2 വരെയാണ് ദോഹയിലാണ് മത്സരം നടക്കുക. അറബ് മേഖലയിലെ 8 ടീമുകൾ പങ്കെടുക്കുന്ന അറബ് കപ്പിന്റെ ടീം ഫിക്സ്ചർ നറുക്കെടുപ്പ് ദോഹയിലെ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നു. ഗ്രൂപ്പ് എയിൽ ഖത്തർ, ബഹ്റൈൻ, മൗറിത്താനിയ, ജിബൂട്ടി എന്നീ ടീമുകളാണ് ഇടം പിടിച്ചത്. ഇറാഖ്, സുഡാൻ, സൗദി അറേബ്യ, പലസ്തീൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത്. ടൂർണമെന്റ് നടത്തിപ്പ് സംബന്ധിച്ച കരാറിൽ QFA വൈസ് പ്രസിഡന്റ് സൗദ് അൽ മുഹന്നദി, UEFA ജനറൽ സെക്രട്ടറി സയ്യിദ് ജമാൽ എന്നിവർ ഒപ്പുവെച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും.